ഇന്ന് റിലീസായ എമ്പുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ആലേട്ടൻ, പക്ഷെ ഒരു എന്താണ് കുറേശ്ശി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി. ഭയങ്കര പടം. ഓൾറെഡി പടത്തിന് പൃഥ്വിരാജ് പറഞ്ഞ പോലെ വാട്ട് എവർ he wanted, he has put the whole money on this movie. അംബാസഡർ 800 ആയി. അംബാസഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും 800. അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലമാവാൻ പാടുള്ളൂ. ഇറ്റ്സ് എ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് എന്ന് പറയുന്ന സിനിമ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയ അല്ല കേരളം മൊത്തം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എമ്പുരാൻ റിലീസാണല്ലേ. 27-ാം തീയതി രാവിലെ എമ്പുരാൻ റിലീസായിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായിട്ടൊക്കെ തയ്യാറെടുത്ത് നിന്നവരൊക്കെ പോയി കണ്ടു. പടത്തിനെ കുറിച്ചുള്ള റിവ്യൂസൊക്കെ പുറത്തു വന്നു. നമ്മുടെ നായകൻ ആരാണ്, അതുപോലെ വില്ലൻ ആരാണ്, അതിൽ ഡ്രാഗണിൻ്റെ പുറകെ ഒളിച്ചിരുന്ന വ്യക്തി ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഊഹാഭോഗങ്ങളുണ്ടായിരുന്നു. അതിന് മമ്മൂട്ടിയുണ്ട്, അമീർ ഖാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ഫസ്റ്റ് ഡേ കണ്ടിട്ട് വന്നവരൊക്കെ പൊളിച്ച് കൈ കൊടുത്തു. ഓക്കെ, പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫിലിമാണെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. ഒരു വിഭാഗം ആളുകളോ അത്രയും ഹൈപ്പൊന്നും കൊടുത്തതിൻ്റെ അത്രയൊന്നും ഇല്ല സെറ്റല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടില്ല, കാണാനായിട്ട് ഇതുവരെയും ടിക്കറ്റൊന്നും കിട്ടിയിട്ടില്ല. എല്ലായിടവും ബുക്ക് തന്നെയാണ്, സീറ്റൊക്കെ ഫുള്ളാണ്, കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം ഇപ്പം താണ്ടെ കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. ഇത് എമ്പുരാൻ വരുന്നതിന് മുമ്പ് എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ ഒക്കെ അടിച്ച് 27-ാം തീയതിക്ക് വേണ്ടി കട്ട വെയിറ്റിങ്ങിനായിരുന്നു ഓരോരുത്തരും. അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വളരെ വലിയൊരു കൊള്ളക്കത്തിലേക്ക് പോവുകയാണ് നമ്മുടെ എമ്പുരാൻ ഫിലിം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അറിഞ്ഞാണായിരിക്കും. എന്തായാലും ആ എമ്പുരാൻ ഫിലിമിനെ കുറിച്ചുള്ള കുറച്ച് നമ്മുടെ വീഡിയോ ക്ലിപ്സുകളുണ്ട്. അതായത് ആരെയൊക്കെയോ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. എമ്പുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സിനിമകൾക്ക് നൽകിയ പ്രതികരണം എമ്പുരാന് നൽകിയ പ്രതികരണമാണ് എന്ന രീതിയിലാക്കിയാണ് പ്രചാരണം നടക്കുന്നത്. അങ്ങനെ ഒരു ഇതൊന്നും എമ്പുരാൻ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരല്ല, മറിച്ച് മറ്റ് ഏതൊക്കെയോ സിനിമകൾ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം, നേരത്തെ എടുത്തിരുന്ന പ്രതികരണം, അത് എമ്പുരാൻ സിനിമയ്ക്ക് നൽകിയ പ്രതികരണം എന്ന രീതിയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ റീലുകളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിനോദ് ചേരുകയാണ്. വിനോദ്, ഇന്ന് അല്പസമയം മുമ്പാണല്ലോ ഇത്തരത്തിൽ ബിജെപിയിൽ ആശയക്കുഴപ്പം. RSS നേതാക്കളും സംഘപരിവാർ പ്രൊഫൈലുകളും എമ്പുരാനെതിരെ പ്രചരണം ശക്തമാക്കി. എന്നാൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എമ്പുരാൻ കാണുമെന്ന് പ്രഖ്യാപിച്ച് ചിത്രത്തിന് വിജയാശംസ നേർന്നു. എന്നാൽ ചിത്രം ശുദ്ധ അസംബന്ധം വെള്ളപൂശാനെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥിന്റെ പരസ്യ സംഘപരിവാർ നേതാക്കളിലും അണികളിലും ആശയക്കുഴപ്പമാണ്. പ്രമേയത്തിലും കഥാപാത്രങ്ങളിലും BJP വിമർശനമുണ്ടെന്ന സിനിമാവലോകനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഉണർന്നത്. എമ്പുരാനെതിരായ സൈബർ ആക്രമണവും തുടങ്ങി. പക്ഷേ വ്യാപക ആക്രമണം തുടങ്ങും മുൻപ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എമ്പുരാന് പിന്തുണ പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കി. മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ നേർന്ന് എമ്പുരാന്റെ പോസ്റ്ററും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ സംസ്ഥാനത്തെ RSSന്റെ മുതിർന്ന ചുമതലക്കാരിൽ ഒരാളായ ജെ നന്ദകുമാർ എമ്പുരാൻ സിനിമയെ രൂക്ഷമായി വിമർശിച്ചു. വാര്യംകുന്നനായി എമ്പുരാൻ എന്നാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. എന്തൊക്കെ പറയാവോ അത്രയും വിമർശനങ്ങളാണ് ഈ ഫിലിമിൽ വന്നിരിക്കുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് മാർക്കോ എന്നൊരു ഫിലിം ഇറങ്ങിയിരുന്നു. ആ ഫിലിം ഒരുപാട് അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ആ ഫിലിം ബാൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ എല്ലാവരുടെ ആവശ്യം ഈ ഫിലിം ബാൻ ചെയ്യണം എന്നാണ്. ഇതിൽ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എന്താണ് പ്രശ്നം എന്നറിയില്ല. ഇതിലെന്തോ സംഘപരിവാറിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുന്നു. അപ്പം അതിലെ വില്ലൻ്റെ പേര് നമ്മുടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുമായി ബന്ധമുണ്ട്. എന്തൊക്കെ കുറ്റങ്ങളാണോ ഈ ഫിലിമിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അതെല്ലാം കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് നമ്മളൊരു ഫിലിം എന്ന് പറഞ്ഞാൽ അതൊരു ഫിലിം മാത്രമാണ്. സിനിമയായിട്ട് കാണുക.
കുറച്ച് ടൈം, അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അതിനപ്പുറം അതിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ വിവരദോഷം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വാർത്താ ക്ലിപ്പിംഗ് ഉണ്ട്, നമുക്ക് അതുകൊണ്ട് കണ്ടിട്ട്. പ്രൊഫൈലുകളും എമ്പുരാനെതിരെ പ്രചരണം ശക്തമാക്കി. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എമ്പുരാൻ കാണുമെന്ന് പ്രഖ്യാപിച്ച് ചിത്രത്തിന് വിജയാശംസ നേർന്നു. എന്നാൽ ചിത്രം ശുദ്ധ അസംബന്ധവും ഭീകര സംഘടനകളെ വെള്ളപൂശാനെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. രഘുനാഥിന്റെ പരസ്യ പ്രതികരണം വന്നു. മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ റിലീസിന് പിന്നാലെ ചിത്രത്തിന്റെ ഉള്ളടക്കത്തെ ചൊല്ലി എമ്പുരാന് പിന്തുണ പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ടെന്ന രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കി. മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ നേർന്ന് എമ്പുരാന്റെ പോസ്റ്ററും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. മോഹൻലാലിനെ പറ്റിച്ചു, മുരളി ഗോപിയും പൃഥ്വിരാജും ചേർന്ന് മോഹൻലാലിനെ ഇതിനെ കുടുക്കി എന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞു വെക്കുന്നത്. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളാണോ മോഹൻലാൽ? ആണോ? മോഹൻലാലിൻ്റെ പൊസിഷൻ എന്താണ്, ആരാണ് മോഹൻലാൽ എന്നൊക്കെ ചിന്തിക്കണ്ടേ? വെറുതെ എന്തെങ്കിലും പറയണം എന്നുള്ള പേരിൽ പറയാതെ ഇതിനൊക്കെ ഒരു എന്താ പറയുന്ന കഴമ്പില്ലാത്ത പ്രസ്താവനകളാണ് വെക്കുന്നത്. ഈ പടത്തിൽ, ഞാൻ ആ പടം കണ്ടില്ല, പുറത്ത് വന്ന സംഭവങ്ങൾ വെച്ചിട്ട് പറയാണ്, എല്ലാ പാർട്ടിയെയും ഒരുപോലെ വിമർശിക്കുന്നുണ്ടെന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ലൂസിഫറിലും പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയത് കണ്ടില്ല. ഇപ്പോൾ എന്തിനാണ് ഇത്രയും ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്? 2002 നടന്ന ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പരാമർശിച്ചതാണോ ഇത്രയും വലിയ തെറ്റ്? ആ കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായി, പൃഥ്വിരാജും മോഹൻലാലോട്ടുള്ള ബന്ധം എന്താണ്, അവർ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി എന്നൊരു ഫ്ലാഷ് ബാക്കിന് വേണ്ടിയാണ് ആ കലാപം അവിടെ കൊണ്ടുവന്നത്. അത് സിനിമയാണ്. സിനിമയായി കാണുക. ഈ മാർക്കോ ഫിലിം ബാൻ ചെയ്തുകൊണ്ട് ഇവിടെ അക്രമങ്ങളൊന്നും ഉണ്ടാകുന്നില്ലേ? തലക്കടിയും കൊലപാതകവും ആത്മഹത്യയും മറ്റു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ലേ? എല്ലാം ഉണ്ടാകുന്നുണ്ടോ? സിനിമയായിട്ട് കാണുക. എല്ലാത്തിനെയും അതിന് ലിമിറ്റുണ്ട്. ഇതങ്ങനെയല്ല. എന്തെങ്കിലും ഇപ്പം നമ്മുടെ രാഷ്ട്രത്തെ ഇത്രയും കണ്ണിങ് ആയിട്ട് ചൂഴ്ന്ന് പരിശോധിച്ച് ഈ ഒരു ഫിലിമിലെടുത്ത ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, അത് ഏതിൻ്റെയും, നമ്മുടെ ഭരിക്കുന്നതും പ്രതിപക്ഷവും മറ്റ് ഭരണപക്ഷവും നമ്മുടെ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ടോ അവരെല്ലാവരും നമ്മുടെ രാഷ്ട്രത്തിന് നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്നീ നമ്മുടെ രാജ്യം വൻ ഡെവലപ്ഡായി മാറിയാണ്. അതിനൊന്നും പറ്റില്ല. ഇവിടെ ഇപ്പോൾ സിനിമ നന്നാക്കാൻ പോവുക എല്ലാവരും ഒത്തൊരുമിച്ച്. ആർക്കും നമ്മുടെ രാഷ്ട്രത്തിനൊന്നും നന്നാക്കണ്ട. ഇത് എങ്ങനെയാണ് ഈ സിനിമ നമ്മുടെ രാഷ്ട്രത്തിനെതിരാകുന്നത്? ഭരണഘടനാ വിരുദ്ധമായാലും എന്ത് പറഞ്ഞിട്ടുണ്ട്? ഭരണഘടനയാണല്ലോ നമ്മുടെ എല്ലാം. ഭരണഘടനയ്ക്കെതിരായിട്ട് എന്താണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ട്, നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ സിനിമയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ക്ലൂകൾ ആ സിനിമയുടെ പ്രൊമോഷൻ മെറ്റീരിയൽസിലുണ്ട്. EN നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഈ സിനിമയുടെ ഈ ഒരു ട്രെയിലറോ ഒരു പോസ്റ്ററോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത്യാവശ്യം ലൂസിഫറിനെ കുറിച്ചിട്ട് ഇത്തിരിയെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ ലൂസിഫറിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്സ് എന്താണെന്നും എമ്പുരാൻ വരുമ്പോൾ അതിൽ കാണിക്കാൻ പോകുന്ന പൊളിറ്റിക്സ് എന്താണെന്നുള്ളതും ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അതിൽ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു സാർ. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ്. അല്ലാതെ നിങ്ങൾ സിനിമ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് അതിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്, അതിൽ ഞങ്ങളെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് മറ്റേ പരിപാടിയാണ്. CID മ്യൂസിയത്തിലുണ്ടല്ലോ, ഇത് എന്നെയാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ ജഗതി, നമ്മളെ ഇങ്ങനെ ജഗതി. അതേപോലെയാണ് ഇത് ഞങ്ങളെ പറഞ്ഞു എന്ത് പറഞ്ഞു സാർ? നോർത്ത് നിന്നൊക്കെ പ്രൊപ്പഗണ്ട മൂവി ഇവിടെ ഇറക്കി വിടുന്ന സമയത്ത് ഇതേ സംഘപരിവാർ വെൽറ്റുകൾ പറഞ്ഞിരുന്നത് എന്താ? ഇതൊരു സിനിമയാണ്, സിനിമയായിട്ട് കാണണം, ക്രിയേറ്റീവ് സ്പേസ് ആണ്, സ്വാതന്ത്ര്യമില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കലുണ്ടല്ലോ. നോർത്ത് നിന്ന് വരുന്ന പ്രൊപ്പഗണ്ട സിനിമകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു വർത്താനം, ഇവിടുന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് അതിനകത്ത് ഇതേപോലെ ആ സിനിമ ഞാൻ കണ്ടതാ രാവിലെ, അതിനകത്ത് 3 പാർട്ടികളെയും ഒരുപോലെ കുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ അടക്കം പറയുന്ന പല എലമെന്റുകൾ വളരെ പ്രത്യക്ഷത്തിൽ അതിൽ കാണുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ഒരു അസഹിഷ്ണുതയുടെ ഫേസ് എന്തിനാണ് സംഘപരിവാറിന് വരുന്നത്? എന്തിനാണ് ഇവിടുത്തെ നേതാക്കൾ? ഈ ഫിലിം കണ്ടിട്ട് നമ്മുടെ ലൂസിഫറിൻ്റെ അത്രയും ഇല്ല എന്നൊരു ഗ്രൂപ്പ് പറയുന്നുണ്ട്. ഒന്നിനെയും ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അതായത് ഓരോ ഫിലിമിനും ഓരോ ത്രെഡാണ് അല്ലേ? അതിൽ പറയുന്ന കാര്യം ലൂസിഫറിൽ പറഞ്ഞാൽ അതേ ഇതായിരിക്കില്ല നമ്മുടെ എമ്പുരാനിൽ പറയുന്നത്. ഇനി L3 വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനപ്പുറമായിരിക്കും വരുന്നത്. പിന്നെ ആളുകൾക്കൊരു നിരാശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്തത്രയും ഹൈപ്പ് അതിലില്ല എന്നുള്ളതാണ്. ട്രെയിലറിലും ഈ വെയിറ്റ് ചെയ്ത് നിന്ന് അത്രമാത്രം ഒരു സംഭവം അതിലില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അത് ഓരോരുത്തരുടെയും വീക്ഷണകോണാണ്. ഇപ്പം ഞാൻ സിനിമയെ വീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾ കാണുക. അതിൽ ഫാൻസ് കാണുന്നത് അങ്ങനെ ആയിരിക്കത്തില്ല. ഈ സിനിമ സംവിധാനം ചെയ്ത ആളും എഴുതിയ ആളും അഭിനയിച്ച ആളുകളും ഇതിൽ ഉൾക്കൊള്ളുന്നത് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. അല്ലാതെ ഫിലിം പൃഥ്വിരാജോ മോഹൻലാലോ മുരളി ഗോപിയോ ഒന്നും തന്നെ ഇതിലൊന്നും ചെയ്തിട്ടില്ല. അവരൊരു കഥ എഴുതി, അവരതിനെ സംവിധാനം ചെയ്തു, മോഹൻലാൽ അതിൽ അഭിനയിച്ചു, ഫിലിം പുറത്തു വന്നു. ലൂസിഫർ കണ്ടിട്ട് ലൂസിഫറിനെ പോലെ തന്നെയാണെങ്കിൽ പിന്നെ എന്താ വ്യത്യാസം? എമ്പുരാൻ 2 കഥയല്ലേ?
ലൂസിഫറിൽ വന്ന സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഞാൻ കഥയൊന്നും പറയുന്നില്ല, ഞാൻ കഥ കേട്ടതേ ഉള്ളൂ, ഞാൻ കണ്ടില്ല. എന്തായാലും കണ്ടവരായിരിക്കും ഏറെക്കുറെ എല്ലാവരും ഫസ്റ്റ് ഡേ. എന്നാലും ഇതുവരെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ, ഈ ഫിലിമിനെ ബാൻ ചെയ്യണം, ഈ ഫിലിം മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. എന്താണ് അതിൻ്റെ കാരണം എന്നാണ് അറിയേണ്ടത്. ഈ ഫിലിമിൽ എന്താണ് നമ്മുടെ രാഷ്ട്രത്തിന് ദ്രോഹമായിട്ട് പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും ഫിലിം കണ്ടവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ കമൻസ് ഒന്ന് രേഖപ്പെടുത്തുക. എന്താണ് ഈ ഫിലിമിലുള്ള ദോഷമെന്ന് ഫിലിം കണ്ടവർ പറയുക. ഇത്രമാത്രം എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ട് അത്രയും അതിനകത്തില്ല, അതാണോ ആളുകളുടെ വിഷമം? അതോ നമ്മുടെ രാഷ്ട്രത്തിനെതിരായിട്ട് അതിൽ പറയുന്നുണ്ട് എന്നുള്ളത് സത്യമാണോ? ഞാൻ ആ ഫിലിം കണ്ടില്ല, 2-3 വിഭാഗങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ടാണ് ചെയ്തത്. എനിക്ക് കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഞാൻ എന്തായാലും പോയി കാണാൻ സാധിച്ചില്ല, ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക, കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.